വെൽക്കം ടു ഐഷസ് അക്കാഡമി. നമുക്ക് ഗുഡ്വില്ലിന്റെ വാല്യുവേഷൻ അഗൈൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് നമ്മുടെ തേർഡ് മെത്തേഡ് ആണ്. അതിൽ എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ ആവറേജ് പ്രോഫിറ്റ് ഓഫ് എ ഫേം ഫോർ ദ ലാസ്റ്റ് 5 years ഈസ് 10,000. അപ്പോൾ നമ്മൾ നേരത്തെ ഫോളോ ചെയ്തു വന്ന ഒരു പാറ്റേണിലല്ല ഈ ക്വസ്റ്റ്യൻ വരുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫേമിന്റെ ലാസ്റ്റ് 5 yearsലെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 എന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഈസ് 60,000. ഈ ഫേമില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എത്രയാണ്? 60,000 എന്ന് പറയുന്നുണ്ട്. റിട്ടേൺ എക്സ്പെക്ടഡ് ഫ്രോം എ സിമിലർ ബിസിനസ് ഈസ് 10,000. അപ്പൊ ഇത്തരത്തിലുള്ള, അതായത് 60,000 രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് സെയിം പാറ്റേൺ ഓഫ് ബിസിനസ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എത്രയാണെന്ന് പറയുന്നു? 10% ആണ്. ഈ 10%നൊക്കെ കാൽക്കുലേഷനിൽ റിലവൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ 3 years ഓഫ് പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റിലാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് ഗുഡ്വിൽ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലായി ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആൻസറിൽ എത്തുക നോക്കാം. ഫസ്റ്റ് നമ്മൾ തന്നിട്ടുള്ള ആവറേജ് പ്രോഫിറ്റ് അതുപോലെ എടുത്തേക്ക്. ഓക്കെ, എന്താണ് ആവറേജ് പ്രോഫിറ്റ് എഴുതുക? 10,000. അടുത്ത് നമ്മൾ നമ്മുടെ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആവറേജ് പ്രോഫിറ്റ് 10,000 ആണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ബട്ട് നോർമലി നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ ഒരു ഇക്വേഷൻ പോലെ നമ്മൾ അവിടെ കണ്ടുപിടിക്കണം. നോർമലി, അതായത് ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നോർമൽ ഇത്ര പെർസെന്റേജ് റിട്ടേൺ കിട്ടും എന്നുള്ളതിനെയാണ് നമ്മൾ നോർമൽ പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബട്ട് ആക്ച്വലി ഉണ്ടായിരിക്കുന്നത് എത്രയാണ്? 10,000 ആണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ആക്ച്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് എഴുതി കഴിഞ്ഞാൽ അടുത്ത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ ക്യാപിറ്റലിന്റെ എമൗണ്ട് തന്നിട്ടില്ലേ? ക്യാപിറ്റൽ നമ്മൾ എന്ന് പറയും ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയും അല്ലേ? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ഓഫ് എക്സ്പെക്ടേഷൻ. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു എന്താണ്? ആ റേറ്റ് ഓഫ് എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ 60,000 രൂപ ക്യാപിറ്റൽ നമ്മൾ ഇട്ടാല് 10% റിട്ടേൺ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇതാണ് റേറ്റ് ഓഫ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോ എത്രയാണ്? 60,000 ഇൻറ്റു 10/100 എന്ന് ചെയ്തപ്പോൾ നമുക്ക് നോർമൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടി? നോർമൽ പ്രോഫിറ്റ് 6,000 അല്ലെ? നോർമലി ഈ ഒരു ടൈപ്പ് ഓഫ് ഫേമിൽ നിന്ന് 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നോർമലി കിട്ടേണ്ടത് എത്രയാണ്? 6,000 രൂപയാണ്. ബട്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് ആവറേജ് പ്രോഫിറ്റ്? മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് എന്താണ്? 10,000 കിട്ടിയിട്ടുണ്ട്. അപ്പോ നോർമൽ കിട്ടുന്നതിനേക്കാളും എക്സ്ട്രാ അല്ലെ, ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് അല്ലേ നമുക്ക് കിട്ടിയത്? അതെ. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മള്? നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റിനേക്കാളും എത്ര നമ്മൾ ആക്ച്വലി ഗെയിൻ ചെയ്തു എന്നുള്ളതാണ് എന്ത്? സൂപ്പർ പ്രോഫിറ്റ്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ തേർഡ് സ്റ്റെപ്പ് ആയിട്ട് എഴുതും. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. 10,000 നമ്മൾ എഴുതി, മൈനസ് നോർമൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 6,000. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4,000 ആണ് നമുക്ക് ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരിക്കുന്നത്. അതായത് നോർമലി നമുക്ക് കിട്ടേണ്ടതിനേക്കാളും 4,000 രൂപ കൂടുതൽ കിട്ടി. ഇതാണ് സൂപ്പർ പ്രോഫിറ്റ്. ഇനി നമ്മൾ അടുത്ത ലാസ്റ്റ് എന്താണ്? ഗുഡ്വിൽ ആണ്. എങ്ങനെയാണ്? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. എത്രയാണ്? സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 4,000 ഇൻറ്റു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 3 years പർച്ചേസ് എന്ന് പറഞ്ഞു. ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 12,000 ആണ് ഗുഡ്വിൽ അണ്ടർ ദിസ് മെത്തേഡ്. ഏത് മെത്തേഡാണ്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് നോക്കിയിട്ട് പോവാ. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടും, 5 മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് ചിലപ്പോ 15 മാർക്കിനൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ടും ചോദിക്കാനുണ്ട്. അപ്പൊ എനിവേ പഠിച്ചിട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്.